നീ ജോലി ചെയ്യുന്ന പൈസയെല്ലാം എന്തെടുക്കുവാടാ? ഞാൻ ഉൾപ്പെടുന്ന സാധാരണക്കാരനായ മലയാളികൾ രാപ്പകൽ കഷ്ടപ്പെട്ടാൽ കിട്ടുന്നത് 1000 രൂപ. വൈകിട്ട് 1000 വാങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വീട്ടു സാധനങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം വാങ്ങി കഴിയുമ്പോൾ ബാക്കി വരുന്ന തുക 500 രൂപ. വീട്ടിൽ ആർക്കെങ്കിലും വയ്യായ്മ അസുഖമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മരുന്ന് വാങ്ങി കഴിയുമ്പോൾ ബാക്കി വരുന്നത് 200 രൂപ. ആ 200 എടുത്ത് പോക്കറ്റിൽ വെച്ച് വീട്ടിൽ എത്തിക്കഴിഞ്ഞ് വീടിന്റെ പടികൾ കയറി അകത്ത് ചെല്ലുമ്പോൾ ഭാര്യ ഒരു ഗ്ലാസ് ചായയുമായി എത്തും. അന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞ് ചായ കുടിക്കുന്നതിന്റെ ഇടയ്ക്ക് ഭാര്യ പെട്ടെന്ന് പറയും, ചേട്ടാ 2 ദിവസം കഴിഞ്ഞാൽ ലോൺ അടയ്ക്കണ്ടേ? വലിയൊരു തുക ഒരുമിച്ച് എടുക്കാനില്ലാത്തതുകൊണ്ട് കയ്യിലിരിക്കുന്ന ആ 200 എടുത്തിട്ട് പറയും, ബാക്കി തുക നാളെയോ മറ്റന്നാളോ പണി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ തരാം, നമുക്ക് അന്ന് കൊടുക്കാം. 1 രൂപ പോലും ഇല്ലാതെ അന്നത്തെ രാത്രി കിടന്നുറങ്ങും. രാവിലെ എഴുന്നേറ്റ് ഞാൻ വിശ്വസിക്കുന്ന, അല്ലെ നിങ്ങൾ വിശ്വസിക്കുന്ന, അല്ലെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് ആ വണ്ടിയും എടുത്തിറങ്ങും. വണ്ടിയിൽ ഉള്ള എണ്ണ കൊണ്ട് അങ്ങ് പണിസ്ഥലത്ത് എത്തിച്ചേരണേ എന്നുള്ള ഒറ്റ വിചാരം മാത്രം, ആ ഒറ്റ പ്രാർത്ഥന മാത്രം. എല്ലാ ദിവസവും 50 രൂപ കാപ്പി കുടിക്കാൻ മാറ്റിവെക്കുന്നതാണ്. അന്നത്തെ ദിവസവും ആ 50ഉം ഇല്ല. ഇതാണ് ഒരു സാധാരണക്കാരന്റെ ജീവിതം. നിത്യജീവിതത്തിൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരന്റെ വേതനം അല്ലെ അവന്റെ പണിക്കൂലി മാത്രം കൂടുന്നില്ല. ഞാൻ പറഞ്ഞ സത്യമല്ലേ? സാധാരണക്കാരനും വേതനം കൂടണം. അവനും കാര്യങ്ങളുണ്ട്, അല്ലെ അവനും ജീവിതമുണ്ട്, അല്ലെ അവന്റെ വീട്ടിലെ ആൾക്കാർക്കും എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുത്ത് അവനും നന്നായി ജീവിക്കണം.